സർവ്വഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് പുതിയ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നവംബർ 1, ഒന്നാമത്തെ വായനാ ഭാഗം 2 ദിനവൃത്താന്തം 30-ാം അധ്യായം. വളരെ സന്തോഷമുള്ള ഒരു സംഭവം നടക്കുന്നത് വായിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ. അത് മറ്റൊന്നുമല്ല, നാളുകളായി, വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടന്നിരുന്ന പെസഹ യെരുശലേം ദേവാലയത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിലാകെ ജനം ചെയ്യേണ്ടിയിരുന്ന പെസഹ അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ ഒരു പെസഹ ആചരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഹിസ്കിയാവ് അതിന് താല്പര്യം കാണിച്ചു. ഹിസ്കിയാവ് യഹൂദയിൽ മാത്രമല്ല, ഇസ്രായേലിൻ്റെ സർവ്വഗോത്രങ്ങളുടെ ഇടയിലേക്കും ആളുകളെ അയക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണയുള്ളത്, വടക്കേ രാജ്യമായ ഇസ്രായേൽ ഏകദേശം ക്ഷീണിതാവസ്ഥയിലാണ്. അശ്ശൂര്യർ അവരെ പിടിച്ചുകൊണ്ടുപോയി. ബാക്കിയുള്ള ജനം അവിടെ ഉണ്ട്, രാജാവില്ല. ഈ ഒരു ഘട്ടത്തിലാണ്, രാജാവില്ലാത്തത് കൊണ്ട് അവിടെയും കത്ത് അയക്കുകയാണ്. ഓട്ടാളർ വഴിയാണ് കത്ത് അയക്കുന്നത്. ഓട്ടാളർ എന്ന് പറയുന്നത് കത്ത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി രാജസന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ഓടി കൊണ്ട് കൊടുക്കുന്നവരാണ്. ഓടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓടാൻ പ്രാക്ടീസ് ചെയ്ത വിദഗ്ധരാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും അഞ്ചലോട്ടക്കാർ എന്ന് പറയുന്ന ആൾക്കാർ പണ്ട് രാജഭരണകാലത്തുണ്ടായിരുന്നു. അവർ ഓടിയാണ് ഈ കത്തുകൾ, കാര്യങ്ങൾ കൈമാറിയിരുന്നത്, വിവരങ്ങൾ കൈമാറിയിരുന്നത്. അതുപോലെ അവിടെയും ഓടി കൊടുക്കുന്ന ഓട്ടാളറുടെ പക്കൽ അങ്ങ് ദാൻ വരെ, ദാൻ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ആദ്യകാലത്തെ ഉള്ള അതിരാണ്. ദാൻ ഗോത്രം ഇരിക്കുന്ന ദാൻ വരെ, ഇങ്ങേറ്റം ഉള്ള സ്ഥലം വരെയുമുള്ള എല്ലായിടത്തും ആളുകൾ ഓട്ടാളറെ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന, യഹോവ നിങ്ങളിൽ അശ്ശൂർ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ് ശേഷിപ്പിൻ്റെ അടുക്കിലേക്ക് തിരിയേണ്ടതിനും നിങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞുകൊള്ളുവിൻ. നിങ്ങളുടെ പിതാക്കന്മാർ ദൈവമായ യഹോവയോട് അകൃത്യം ചെയ്ത നിങ്ങളുടെ പിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരന്മാരെയും പോലെ നിങ്ങളാകരുത്. അവൻ അവരെ നാശത്തിന് ഏൽപ്പിച്ചു കളഞ്ഞുവല്ലോ. നിങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ ദൈവം നിങ്ങളിലേക്ക് തിരിയും. നിങ്ങളുടെ പ്രവാസത്തിലേക്ക് പോയ ആളുകളെ മടക്കി വരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഉഗ്രകോപം മാറുവാൻ നിങ്ങൾ യഹോവയെ സേവിപ്പിൻ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ് യെരുശലേം ദേവാലയത്തിലേക്ക് വരുവാനും അവിടെ ഒരുമിച്ച് പെസഹ ആചരിക്കുവാനും. നിങ്ങളുടെ ദൈവമായ യഹോവ കൃപയും കരുണയുമുള്ളവനാണ്. അപ്പോൾ തെറ്റ് സംഭവിച്ചു പോയെങ്കിലും അത് ക്ഷമിക്കാൻ മനസ്സുള്ള ദൈവമാണ് നിങ്ങളുടെ ദൈവം. അതുകൊണ്ട് നിങ്ങളെ ക്രമീകരിക്കുക, നിങ്ങളെ തിരുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ആശയം. പക്ഷേ എഫ്രൈമിലും മനശ്ശയിലും ഒക്കെ പോയ, സെബുലൂനിലും ഒക്കെ പോയ ആളുകളെ, ഓട്ടാളരെ അവർ പരിഹസിച്ചു, തിരിച്ചയച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്നാൽ കുറേ ആൾക്കാർ മനശ്ശയിലും സെബുലൂനിലും മറ്റു ഗോത്രങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാർ അവർ തങ്ങളെ തന്നെ താഴ്ത്തി യെരുശലേമിലേക്ക് വന്നു എന്നുള്ള ആശ്വാസകരമായ വാക്കുകൾ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ വചനപ്രകാരവും രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐകമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു. അവരൊക്കെയും വന്നു. പെസഹ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവമാണല്ലോ. അത് എല്ലാവരും വന്നുകൂടി. അവർ എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ബലിപീഠങ്ങളെയൊക്കെ നീക്കിക്കളയുകയാണ്. സകല ധൂപകലശങ്ങളെ എടുത്ത് കിദ്രോൻ തോട്ടിൽ എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് നമ്മൾ വായിക്കുന്ന 2-ാം മാസം 14-ാം തീയതി അവർ പെസഹ അറുത്തു എന്നാണ്. എന്നാൽ നമ്മൾ ആദ്യം കാണുന്ന കൽപ്പന, അല്ലെങ്കിൽ അവിടെ അവർക്ക് ആദ്യം പെസഹ ആചരിക്കാൻ വേണ്ടി ഇസ്രായേൽ മക്കളെ ആദ്യത്തെ പെസഹ അത് നടക്കുന്നത് മിസ്രൈമിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചുള്ള കൽപ്പന എന്തെന്ന് പറയുന്നത്, അത് 1-ാം മാസം 14-ാം തീയതി പെസഹ ആചരിക്കണമെന്നാണ്. ഇത് നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി പുതിയ മാസം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കലണ്ടർ തന്നെ അവിടെ കൊടുത്തുകൊണ്ട് 1-ാം മാസം 14-ാം തീയതി പെസഹ ആചരിക്കണം. പക്ഷേ ഇവിടെ 2-ാം മാസം പെസഹയാണ് ആചരിക്കുന്നത്. ദൈവം അത് ക്ഷമിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇവർ പെസഹ ആചരിച്ചല്ലോ എന്നുള്ളത് വെച്ചിട്ട് ദൈവം അത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം അതിനകത്ത് വലിയ പ്രശ്നം കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മോശയുടെ ന്യായപ്രമാണപ്രകാരം വിധി അനുസരിച്ച് അവർ തങ്ങളുടെ സ്ഥാനത്ത് ഈ പുരോഹിതന്മാരും ലേവ്യരും ഒക്കെ നിന്നു. അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ വിശുദ്ധീകരിക്കാത്തവർ പലരും സഭയിലുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് ശുദ്ധിയില്ലാത്ത ഓരോരുത്തരും വേണ്ടി പെസഹ അറുത്ത് യഹോവയ്ക്ക് നിവേദിക്കേണ്ട ലേവ്യർ ഭരമേറ്റിരുന്നു.
അപ്പം അശുദ്ധിയോടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് നൂറ്റാണ്ടുകളായി ഇതിനെ സംബന്ധിച്ച് ഒരു അറിവുമില്ലാത്ത തലമുറയാണ് ഇസ്രായേലിൻ്റെ മറ്റ് ഗോത്രങ്ങളിൽ നിന്ന് മാത്രം. എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അത് യഹൂദ രാജ്യത്തുള്ളവർക്ക് മാത്രമാണ്. മറ്റുള്ളവർക്ക് അത് അറിയില്ല. അവരവിടെ നിന്ന് വന്നപ്പം പ്രത്യേകിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യാതാണ് വന്നത്. അവരെ വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രത്യേകം യാഗം അർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടെ അപ്പോൾ ഇതിങ്ങനെ വിശുദ്ധീകരിക്കാതെ വന്നു എന്നുള്ളത് അറിയുന്നത് കൊണ്ട് ഹിസ്കിയാവ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെയുണ്ട്. വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സുവയ്ക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവയെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന, ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ജനത്തെ സൗഖ്യമാക്കി. അങ്ങനെ യെരൂശലേമിൽ വന്നുകൂടിയിരുന്ന ഇസ്രായേൽ മക്കൾ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ ഉത്സവം 7 ദിവസം മഹാസന്തോഷത്തോടെ ആചരിച്ചു. അതാണ് ഈ അധ്യായത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അവിടെ അശുദ്ധിയോടെ ആചരിച്ചവരും അതുപോലെ 1-ാം മാസം 14-ാം തീയതി അല്ലാതെ 2-ാം മാസം 14-ാം തീയതി ആചരിച്ചവരോടും ഒക്കെ ദൈവം ക്ഷമിച്ച് അവരെ സൗഖ്യമാക്കി, അവരെ ആശ്വാസം കൊടുത്തു, അവർക്ക് സമാധാനം കൊടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഹിസ്കിയാ രാജാവ് അദ്ദേഹത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തോട് എത്രത്തോളം കീഴ്പ്പെട്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനും ദൈവത്തെ അനുസരിക്കാനും ഒക്കെ മനസ്സ് കാണിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്ന ഒരു രാജാവിനെയാണ് നമ്മൾ ഹിസ്കിയാ രാജാവിൽ നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് പുരോഹിതന്മാർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. അവരും ഈ യാഗങ്ങൾ ഉണ്ടല്ലോ, അതിൽ രാജാവ് സഭയ്ക്ക് 1000 കാളയും 7000 ആടിനെയും കൊടുത്തു. പ്രഭുക്കന്മാർ സഭയ്ക്ക് 1000 കാളയെയും 10000 ആടിനെയും കൊടുത്തു. അപ്പോൾ ഈ ദൂരെ നിന്ന് വന്നവരൊന്നും അവരാരും ആടിനെയും കാളയും കൊണ്ടൊന്നും വന്നവരല്ലല്ലോ. അപ്പോൾ അവിടെയുള്ളവർ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് വേണ്ടി രാജാവും യഹൂദയിലെ പ്രഭുക്കന്മാരുമൊക്കെ അവർക്ക് സൗജന്യമായി ആടുകളെ കൊടുത്തു, കാളകളെ കൊടുത്തു. അങ്ങനെ അവർ യാഗങ്ങൾ അർപ്പിച്ചു. യഹൂദായും സർവ്വസഭയും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സർവ്വസഭയും ഇസ്രായേൽ ദേശത്ത് നിന്ന് വന്ന് യഹൂദയിൽ പാർത്തിരുന്ന പരദേശികളും ഒക്കെ സന്തോഷിച്ചു. അങ്ങനെ യെരൂശലേമിൽ മഹാസന്തോഷമുണ്ടായി. ഇസ്രായേൽ രാജാവിൻ്റെ മകൻ ശലോമോൻ്റെ കാലം മുതൽ ഇതുപോലെ യെരൂശലേമിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ എത്ര നാളായി നോക്കൂ, ഇത്രയും കാലമായിട്ട് ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല. മാത്രവുമല്ല, വടക്കേ രാജ്യമായ ഇസ്രായേലിൽ ശലോമോൻ രാജാവ് കഴിഞ്ഞ് യൊരോബയാം രാജാവായത് മുതൽ ബാക്കിയുള്ള 10 ഗോത്രങ്ങൾക്ക് യെരൂശലേമിൽ വരുവാനോ യാഗങ്ങൾ അർപ്പിക്കുവാനോ പെസഹ ആചരിക്കുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് ഇവർക്ക് ഇങ്ങനെ കാര്യമുണ്ടെന്ന് പോലും അവർക്കറിയില്ല. ആ സമയത്താണ് ഈ ഒരു സംഭവത്തിലൂടെ ഇങ്ങനെ ദൈവത്തിൻ്റെ ഒരു കൽപ്പന ഉണ്ടെന്നും ഇങ്ങനെ ഒരു ആചരണം ഇസ്രായേലിലുണ്ടെന്നും ഇത് ഞങ്ങൾക്കൂടെ ബാധകമാണെന്നും ഈ അറിവ് പോലും അവർക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു വലിയൊരു ജനസമൂഹത്തിന് തങ്ങളുടെ ഇസ്രായേലിൻ്റെ യഥാർത്ഥ ദൈവത്തിൻ്റെ അവർ അറിയുന്ന ദൈവങ്ങൾ ഒന്നും ഇസ്രായേലിൻ്റെ യഹോവ എന്ന ദൈവമില്ല. അവരുടെ പിതാക്കന്മാരുടെ ദൈവത്തെ അറിയുവാനും ആ പിതാക്കന്മാരുടെ ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് അറിയേണ്ടതെന്നുമൊക്കെയുള്ള ഒരു പുത്തൻ അറിവ് കൂടെയാണ് ബാക്കിയുള്ള സമൂഹങ്ങൾക്ക് അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഹിസ്കിയാ രാജാവ് മനസ്സ് വെച്ചതും ഒക്കെ അദ്ദേഹത്തിന് വളരെ അനുഗ്രഹമായിട്ടുണ്ട് ദൈവത്തിൽ നിന്ന് എന്നുള്ളത് നമുക്ക് ലേശം തന്നെ പറയാവുന്ന കാര്യമാണ്. അതാണ് ഈ അധ്യായത്തിൻ്റെ നമുക്ക് ഏവർക്കും സന്തോഷിക്കാൻ കഴിയുന്ന, ഇസ്രായേൽ സന്തോഷിച്ചതുപോലെ ഇന്ന് വായിക്കുന്ന നമുക്കും അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. രണ്ടാമത്തെ വായനാഭാഗം ദാനിയേൽ പ്രവചനം 10-ാം അധ്യായമാണ്. നമ്മൾ വായിച്ചു തുടങ്ങുന്നത് പാഴ്സി രാജാവായ കോരശിൻ്റെ 3-ാം ആണ്ടിൽ ബെൽഷസർ എന്ന പേരുള്ള ദാനിയേലിനൊരു കാര്യം വെളിപ്പെട്ടു. ഈ പാഴ്സി രാജാവായ കോരശിൻ്റെ 3-ാം ആണ്ടെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പാഴ്സി രാജാവായ കോരശ് എന്ന് പറയുമ്പോൾ ഏകദേശം 60-65 വർഷത്തോളം ആകുന്നു പ്രവാസം കഴിഞ്ഞിട്ട്. പ്രവാസകാലം ആകെ 70 വർഷമാണല്ലോ, അതിൽ ഏകദേശം 60-65 വർഷമാകുന്നു.
എന്ന് പറഞ്ഞാൽ പ്രവാസം തീരാൻ പോകുന്നു എന്ന് സാരം. ഈ കോരശിൻ്റെ 3-ാം ആണ്ടിൽ നിന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്നാൽ എസ്രാ പുരോഹിതൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ പാഴ്സി രാജാവായ കോരശിൻ്റെ 1-ാം ആണ്ടിൽ, അപ്പോൾ പാഴ്സി എന്ന് പറയുന്നത് പേർഷ്യനാണ്, കോരശ് എന്ന് പറയുന്നത് സൈറസ് ആണ്. ഈ സൈറസ് എന്ന പേരും പേർഷ്യയൊക്കെ നമുക്ക് പരിചിതമായതാണ്. ബൈബിളിലെ ഈ കോരശും അതുപോലെ പാഴ്സി എന്നൊക്കെ പറയുമ്പോൾ അത്ര പരിചിതമായ വാക്കുകളല്ല പൊതുവെ. പക്ഷേ ഈ രാജാവിൻ്റെ 1-ാം ആണ്ടിലാണ് യഹോവ പാഴ്സി രാജാവെ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്തെല്ലാടും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്നാൽ, സകല സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദായിലെ യെരുശലേമിൽ അവനൊരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നതാണ്. നിങ്ങളിൽ ആരെങ്കിലും അവൻ്റെ ജനമായിട്ടുണ്ടെങ്കിൽ ദൈവം അവനോടുകൂടി ഇരിക്കുമാറാകട്ടെ. യഹൂദായിലെ യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. ഇത് എസ്രായേൽ നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സമൂഹം പുറപ്പെടുന്നത് നമ്മൾ ഈ എസ്രായുടെ 1-ാമത്തെ വർഷത്തിലാണ്. അതിനുശേഷം ആണിപ്പോൾ 3-ാമത്തെ വർഷമാണ് ഈ ഇന്നിപ്പോൾ നമ്മൾ വായിക്കുന്ന ദാനിയേൽ 10 കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ദാനിയേൽ പോയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, യെശയ്യാവ് 44-28, അവിടെയും ഈ കോരശിനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. കോരശിൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കും എന്നും യെരുശലേം പണിയപ്പെടും, മന്ദിരത്തിന് അടിസ്ഥാനമിടും എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ അരുളപ്പാട് അവിടെ ഉണ്ടാകുന്നതാണ് യെശയ്യാ പ്രവാചകനിലൂടെ. അവിടെയും ഈ കോരശിനെ കുറിച്ച്, ഈ സൈറസിനെ കുറിച്ചുള്ള അറിയിപ്പുണ്ട്. അപ്പോൾ ഇന്നിപ്പം ദാനിയേൽ അത് എന്താണെന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മനസ്സ് വെക്കുകയാണ്. അങ്ങനെ അത് ആലോചിച്ചിട്ട് ഞാൻ 3 ആഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചുകൊണ്ടിരുന്നതാണ്. 3 ആഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സ്വാദുഭോജനം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തില്ല. അത്ര കണ്ട് മനസ്സിനെ വ്യഥയുണ്ടാക്കുന്ന കാര്യമായിരുന്നു ദാനിയേലിൻ്റെ ആ വെളിപ്പാട്ടിൽ സംഭവിച്ചത്. എന്നിട്ട് 1-ാം മാസം 24-ാം തീയതി ആയപ്പോൾ ഞാൻ ഹിദേക്കൽ എന്ന മഹാതീരത്ത്, ഹിദേക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ടൈഗ്രീസ് എന്ന മഹാനദീ തീരത്ത് ഇരിക്കുന്നത്. ഈ ഹിദേക്കലൊക്കെ നമുക്കറിയാവുന്നത് ഏദൻ തോട്ടത്തിലെ 4 നദികളിൽ ഒന്നാണ്. അവിടെയാണ് ഇവരിപ്പം പ്രവാസത്തിലായിരിക്കുന്നതും. ആ പ്രദേശത്തിനടുത്ത സ്ഥലങ്ങളിലാണ്. കൽദയ ദേശം എന്ന് പറയുന്നത് ഏദനൊക്കെ ഉൾപ്പെട്ട് വരുന്ന പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്താണ് ഇവരിപ്പോൾ ആയിരിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഹിദേക്കൽ എന്ന മഹാനദീതീരത്ത് ഇരിക്കയിൽ തലപൊക്കി നോക്കിയപ്പം ശണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഊഫാസ് തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയിട്ടുള്ള, ദേഹം ഗോമേതകം പോലെ ഉള്ളതും, മുഖം മിന്നൽ പ്രകാശം പോലെ, കണ്ണ് തീപ്പന്തം പോലെയും, ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയുള്ള, അതുപോലെ തന്നെ വാക്കുകളുടെ ശബ്ദമാണെങ്കിൽ ഒരു പുരുഷാരത്തിൻ്റെ, ഒരു ക്രൗഡിൻ്റെ ശബ്ദം പോലെയുള്ള ശബ്ദവുമായിരുന്നു ആ മനുഷ്യൻ്റെ ശബ്ദം. ഇത് ഞാൻ കണ്ടു. എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളാരും ഈ ദർശനം കണ്ടില്ല. പക്ഷേ അവർക്കൊരു മഹാഭ്രമം പിടിച്ചിട്ട് അവർ ഓടിപ്പോകളഞ്ഞോടുന്നു. അവിടെ പിന്നെ ദാനിയേൽ എന്ന് ഞാൻ മാത്രമേ ആയിട്ടുള്ളൂ. ഞാൻ ദർശനം കണ്ടുള്ളൂ. അത് കേട്ടതൊക്കെ ഞാനാണ്. എനിക്ക് ബലം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പം അവൻ്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു. അതുകൂടെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ബോധം കെട്ട് വീണു. അപ്പോൾ എന്നിട്ട് ഒരു കൈ വന്ന് എന്നെ തൊട്ടു. എന്നെ മുഴങ്കാലും ഉള്ളം കൈയും ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ ശബ്ദം, ആ പുരുഷൻ ദാനിയേൽ പ്രവാചകനോട് സംസാരിക്കുകയാണ്. ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. ഞാനിപ്പോൾ നിൻ്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വാക്ക് കേൾക്കുക എന്നാണ് പറയുന്നത്. എനിക്ക് നിന്നോട് പറയാനുണ്ട്, ദൈവത്തിന് നിന്നോട് അറിയിക്കാനുണ്ട്. ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച് ആദ്യ ദിവസം മുതൽ നിൻ്റെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. നിൻ്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു, പിന്നെയാണ് കാര്യം പറയുന്നത്. പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മിഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാൻ വിട്ടേച്ചിട്ടാണ് നിന്നെ അറിയിക്കാനുള്ള കാര്യം അറിയിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു. അവൻ ഇത് പറയുമ്പോൾ ഞാൻ ഒന്നും സംസാരിക്കാതെ മിണ്ടാതിരുന്നു. അപ്പം ഈ മനുഷ്യനോട് സദസ്സിന് ഈ പുരുഷൻ എൻ്റെ അധരത്തിൽ തൊട്ടു. അപ്പോൾ എനിക്ക് വായ തുറക്കാൻ പറ്റി. ഞാൻ അവരോട് സംസാരിച്ചു. യജമാനെ, ഈ ദർശന നിമിത്തം എനിക്ക് അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതായിരിക്കുന്നു. അടിയൻ യജമാനോട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? എനിക്ക് ശക്തിയില്ലാതായി.
ശ്വാസം ശേഷിച്ചിരിക്കുന്നില്ല എന്നൊക്കെയുള്ള ബുദ്ധിമുട്ട് ദാനിയേൽ ആ പുരുഷനോട് പറയുകയാണ്. അപ്പോൾ പിന്നെയും വന്ന് ഒന്ന് തൊട്ടിട്ട് ബലപ്പെടുത്തി. ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ ഒന്ന് ബലപ്പെട്ടു. യജമാനെ സംസാരിക്കണമേ, അങ്ങനെ ബലപ്പെടുത്തിയല്ലോ എന്ന് പറയുക. എന്നിട്ട് പറയാണ്, ഞാൻ നിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുണ്ടോ? ഞാനിപ്പോൾ പാഴ്സി പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ ഇനി മടങ്ങി തിരിച്ചു പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. ഇപ്പം പാഴ്സി എന്ന് പറഞ്ഞ പേർഷ്യൻ രാജാവാണ്. അടുത്ത യവന പ്രഭു എന്ന് പറഞ്ഞത് ഗ്രീക്ക് രാജാവ് വരുന്നുണ്ട്. എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മിഖായേൽ അല്ലാതെ ഈ കാര്യങ്ങൾ എന്നോട് കൂടെ ഉറച്ചു നിൽക്കുന്നവരാരുമില്ല എന്ന് പറഞ്ഞിട്ട് 10-ാം അധ്യായം അവസാനിക്കുകയാണെങ്കിലും ഇതിൻ്റെ തുടർച്ച നമുക്ക് 11-ാം അധ്യായത്തിൽ നാളെ വായിക്കാൻ കഴിയും. അവിടെ നമ്മൾ വായിക്കുന്ന പാഴ്സിരാജന് ശേഷം വരാനിരിക്കുന്ന രാജാക്കന്മാരെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ 11-ാം അധ്യായത്തിൽ വായിക്കുക. അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ കാണുകയും അല്ലെങ്കിൽ ആ ദർശനത്തിൽ ഈ പുരുഷൻ കാണുകയും പുരുഷനുമായിട്ട് സംസാരിക്കുകയും പുരുഷൻ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങുകയും മാത്രമേ ആയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ എന്തിനാണ് വന്നതെന്നുള്ളതും ആ സംസാരിക്കാണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചും ഈ 10-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അതിനി അടുത്ത അധ്യായത്തിലാണ്, നമ്മൾ നാളെയാണ് അത് വായിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ 10-ാം അധ്യായത്തിലുള്ളത്. അത് ദൈവം ഈ കാര്യങ്ങളൊക്കെ പ്രവാസകാലത്ത് ദാനിയേലിനെ പല കാര്യങ്ങൾ, നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലം മുതൽ തന്നെ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഈ അടുത്ത വായിക്കാൻ പോകുന്ന കാര്യവും തന്നെ നമ്മൾ നെബൂഖദ്നേസറിൻ്റെ ആ പ്രതിമയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ മറ്റൊരു വിശദീകരണമാണ് സംഭവിക്കുക. ഇവിടെ കുറച്ചുകൂടെ കൃത്യമായിട്ട് അത് ആരൊക്കെയാണെന്ന് പറയാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ദാനിയേൽ എന്ന മനുഷ്യനിലൂടെ ഈ കാര്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ, അറിയിക്കുമ്പോൾ അതെല്ലാം ദാനിയേൽ പ്രവാചകൻ പുസ്തകത്തിലാക്കി ഇന്ന് നമുക്ക് വായിക്കാൻ പരുവത്തിന് അത് നമുക്ക് ലഭിച്ചിരിക്കുന്നുള്ളതാണ്. നമ്മളും ഭാഗ്യമുള്ള മനുഷ്യരാണെങ്കിൽ ഭാഗ്യമുള്ള ജനം തന്നെയാണെന്നുള്ളത് നമുക്ക് തരുന്ന വലിയൊരു ആശ്വാസം ആണ് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. 3-ാമത്തെ വായനാഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം. കഴിഞ്ഞ ദിവസം പൗലോസിനോടും അതുപോലെ തന്നെ അനന്യാസിനോടും ദൈവം അവർ തമ്മിലുള്ള മീറ്റിങ്ങിനെ സംബന്ധിച്ച്, അവർ തമ്മിൽ കൂടുന്നതിനെ സംബന്ധിച്ച്, അന്യോന്യം ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ രണ്ടുപേരോടും അറിയിച്ചു. അതുപോലെ ഇവിടെയും രണ്ടുപേരെ ഇവർ തമ്മിലുള്ള കൂടിക്കാണലിനെ സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് കൊടുക്കുകയാണ്. ആദ്യം കൊടുക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം 9-ാം മണി നേരം, ഒരു 3 മണിയായപ്പോൾ അവിടെ ഇറ്റലി എന്ന പട്ടണത്തിൽ കൈസേരിയയിൽ ഒരു കൊർന്നല്യോസ് ഉണ്ടായിരുന്നു. ശതാധിപനാണ്. അദ്ദേഹം ഭക്തനാണ്. അതുപോലെ തന്നെ സകല ഗ്രഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. ജനത്തിന് വളരെ ധർമ്മവും സഹായങ്ങളൊക്കെ ചെയ്യുന്നവനാണ്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശതാധിപനാണ് ഈ ദൈവത്തിൻ്റെ ദർശനമുണ്ടായത്. ഒരു ദൂതൻ സ്പഷ്ടമായി തൻ്റെ അടുക്കത്ത് വരുന്നതും തന്നോട് സംസാരിക്കുന്നതൊക്കെയാണ് കൊർന്നല്യോസ് കാണുന്നത്. ആ ദർശനത്തിൽ ദൂതൻ പറഞ്ഞു, കൊർന്നല്യോസെ, എനിക്ക് നിന്നോട് വലിയ പ്രിയമുണ്ട്. നിൻ്റെ ധർമ്മവും ഒക്കെ ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. നീ ഉടനെ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നും മറുപേരുള്ള പത്രോസ് എന്നും ശീമോൻ എന്നും പേരുള്ള ഒരുത്തനെ വരുത്തണം. അവനാണെങ്കിൽ കടൽപ്പുറത്ത് തോൽക്കൊല്ലനായ ഒരു ശീമോൻ്റെ വീട്ടിൽ പാർക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം 2 വേലക്കാർ 2 പേരെയും പിന്നെ അകമ്പടി നിൽക്കുന്ന ഒരാളെ, അങ്ങനെ 3 പേരെ യോപ്പയിലേക്ക് അയച്ചു. എന്നാൽ പിറ്റേ ദിവസം അവർ എത്തുന്ന സമയമായപ്പോഴത്തേക്ക് പത്രോസ് ഉച്ചയ്ക്ക് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുമ്പം വിശന്നിക്കുമ്പം അവനൊരു വിവശത വന്നപ്പം ഒരു കാഴ്ച ഇങ്ങനെ കാണുകയാണ്. ആകാശം തുറന്നിരിക്കുന്നു. വലിയൊരു ദുപ്പട്ടി പോലെ, അതായത് 4 കോണും കെട്ടിയിട്ട് ഉള്ള സാധനത്തിനെയാണ് ദുപ്പട്ടി എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചേലാവെന്നൊക്കെ പറയും. ഭൂമിയിലേക്ക് ഇറക്കി വിട്ട് ഒരു പാത്രം വരുന്നു. അതൊരു പാത്രം വരുന്നതുണ്ട്. അപ്പം വിശക്കുകയാണല്ലോ. അപ്പോൾ അത് ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശബ്ദം കേട്ടു, പത്രോസ് എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, അയ്യോ, ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമായതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് വേണ്ട, ഭക്ഷിക്കാൻ കഴിയില്ല.
അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അപ്പം രണ്ടാമതും ആദ്യം പറഞ്ഞു നീ വെട്ടി എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അപ്പോൾ ശബ്ദം വീണ്ടും പറഞ്ഞു, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത്. അപ്പോൾ ആ പാത്രം അങ്ങ് തിരികെ പോയി. അത് കഴിഞ്ഞിട്ടും രണ്ടാമതും ഇതുപോലെ പറഞ്ഞു, നീ ഇത് വെട്ടിയറുത്ത് ഭക്ഷിക്കാൻ നിനക്ക് വിശക്കുകയല്ല എന്ന് പറഞ്ഞു. അല്ല, എനിക്കത് ഭക്ഷിച്ചുകൂടാ, ദൈവത്തിൻ്റെ നിയമപ്രകാരം എനിക്ക് ഭക്ഷിച്ചുകൂടാ, ദൈവം ശുദ്ധീകരിച്ചത് മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം ആകെ കണ്ടു. പക്ഷേ ഇത് കണ്ടതിന് ശേഷം പത്രോസ് ചിന്തിക്കുകയാണ്, എന്താണ് ഇത് സംഭവിച്ചത്, എന്താണ് ഈ ദർശനത്തിൻ്റെ അർത്ഥം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നല്യോസ് അയച്ച 3 പുരുഷന്മാർ ശിമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് വാതിൽക്കലെത്തി. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകാം എന്ന് പറഞ്ഞു. പത്രോസ് ഇറങ്ങി വന്ന പുരുഷന്മാരെ കണ്ടു. ഇങ്ങനെ കൊർന്നല്യോസ് എന്നൊരു ശതാധിപനാണ് ഞങ്ങളെ നിങ്ങളുടെ കാര്യത്തിൽ അയച്ചിരിക്കുന്നത്. ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തു, നിന്നെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് അയച്ചതാണ്. വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായതാണ്. അവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു. ഒരു ദിവസം തങ്ങാൻ പറഞ്ഞു. പിറ്റേന്നാൾ രാവിലെ എഴുന്നേറ്റ്, രാവിലെ ആയിരിക്കും, വെയിലൊക്കെ ആകുന്നതിന് മുമ്പ് പോയതായിരിക്കും, എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. പിന്നെ കൊർന്നല്യോസ് ചെല്ലുമ്പോഴത്തേക്ക് കൊർന്നല്യോസ് സ്നേഹിതരെയും ചാർച്ചക്കാരെയും ഒക്കെ കൂട്ടി വരുത്തി അവർക്കായി കാത്തിരിക്കുകയായിരുന്നു. പത്രോസ് അകത്ത് കയറുന്നപ്പം പൗലോസ് വന്ന് കാലിൽ വീണ് നമസ്കരിച്ചു. പത്രോസ് പറഞ്ഞ്, എഴുന്നേൽക്കാം, ഞാനും ഒരു മനുഷ്യനത്രേ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽപ്പിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്തുനിന്നു. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, ഞാനൊരു മനുഷ്യനാണ്, എന്നെ അങ്ങനെ നമസ്കരിക്കേണ്ട പാടില്ല എന്ന് പറയുന്നതാണ്. അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. അത് ദൈവം പറഞ്ഞല്ലോ, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുതെന്ന് 3 പ്രാവശ്യം ദർശനത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്തെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പം ഇത് മുമ്പ് ഉണ്ടായ ആ ഒരു വിഷയം കൊർന്നല്യോസ് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഇവരെ അയച്ചത്. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസ് വായ തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവ് യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടി ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചുമായ വിവരങ്ങൾ തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പം അങ്ങനെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി അവിടെ കൂടിയിരുന്നവരോടും കൊർന്നല്യോസിനോടും പറയുകയാണ്. ഞങ്ങൾ ഇതിനൊക്കെ സാക്ഷികളാണ്, ഞങ്ങളിതൊക്കെ കണ്ടവരാണ്. അവർ ക്രിസ്തുവിനെ ഒരു തടിയിൽ തൂക്കി കൊന്നു. എന്നാൽ ദൈവം അവനെ 3 ദിവസത്തും 3-ാം ദിവസം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടി തിന്നു കുടിച്ചവരായി ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷമാക്കി തന്നു. അപ്പം യേശുക്രിസ്തുവിന് കൂടെ മുമ്പുണ്ടായിരുന്ന ഞങ്ങൾക്ക് തന്നെ അത് 3 പ്രാവശ്യം യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നത് നമ്മൾ വായിച്ചല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു, ദൈവം പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ, യേശു തന്നെ, ക്രിസ്തു തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു. അത് ദൈവം ഏൽപ്പിച്ചതാണ്, ക്രിസ്തു ഏൽപ്പിച്ചതാണ് അങ്ങനെ പ്രസംഗിക്കണമെന്ന്. അതിനുശേഷമാണ് പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നത്. ഇപ്പോൾ ശക്തി പ്രാപിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. ആരെയും ഈ കാര്യം സംബന്ധിച്ച് ആരെയും ഭയമില്ല. ഈ സുവിശേഷം അറിയിക്കുന്നതിന് ഒരു ഭയവുമില്ല അവർക്ക്. ശരീരം ദോഷം വരുമെന്നോ മരണം തന്നെ സംഭവിക്കുമെന്നോ ഒന്നും അവർ സാരമായി എണ്ണുന്നില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുന്നു. അപ്പോൾ പ്രവാചകന്മാർ മുൻകാലങ്ങളിൽ അവരുടെ പ്രവചന ശുശ്രൂഷയിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ കഷ്ടതകളെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്, അതിൽ യേശുക്രിസ്തുവിലൂടെ എന്താണ് ലഭിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്രവാചകന്മാരുടെ സാക്ഷ്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഇദ്ദേഹം പത്രോസ് പറഞ്ഞപ്പോൾ തന്നെ, അപ്പം ഇത് കേട്ട് നിന്ന് എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവുന്നു. ഇവരുടെ മേൽ മാളികമുറിയിലിരിക്കുമ്പം ഈ ശിഷ്യന്മാർക്കും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചതുപോലെ പരിശുദ്ധാത്മാവെന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കൽ പത്രോസിനോട് കൂടെ വന്ന് പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കൊണ്ട് വിസ്മയിച്ചു. മുമ്പ് ഇസ്രായേലരായ അല്ലെങ്കിൽ യഹൂദരായ അവർക്ക് മാത്രമാണ് കണ്ടത്. പക്ഷെ ഇവിടെ ജാതികളും പരിശുദ്ധാത്മാവ് പ്രാപിച്ച് അവർ അന്യഭാഷ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും കണ്ട് അവർ വിസ്മയിച്ചു. അവരങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ പക്ഷേ ദൈവജനമല്ലല്ലോ, ജാതിയല്ലേ. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച് ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പിന്നെ അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെല്ലാവരെയും സ്നാനം കഴിപ്പിച്ചു. അവർ കുറച്ച് ദിവസം കൂടെ ഇവിടെ താമസിക്കണമെന്ന് അപേക്ഷിച്ചതുകൊണ്ട് അവർ കുറച്ച് ദിവസം കൂടെ ഇവിടെ താമസിച്ചു എന്നുമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഒരു വലിയൊരു ഒരു 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 ടേണിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ ഒരു നമ്മൾ മലയാളത്തിൽ പറയുന്ന ഇംഗ്ലീഷ് വാക്കായ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ആ ട്വിസ്റ്റ് ആകുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിന് ഒരിക്കലും ട്വിസ്റ്റ് അല്ല, ദൈവത്തിന് അതറിയാം ഇത് സംഭവിക്കാനിരിക്കുന്നതാണെന്ന്. പക്ഷേ ഇതറിയാത്ത ആളുകൾക്ക് അതൊരു ട്വിസ്റ്റാണ്, അവരത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആണ് പ്രിയമുള്ളവരെ ഞാനും താങ്കളും ഒക്കെ ഈ സുവിശേഷം അറിയുവാനിടയായത്. ജാതികളായിരിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ഇസ്രയേലിൽ മാത്രമായി ഇത് നിന്നുപോയാൽ. ദൈവം കാണിച്ച ഔദാര്യമാണ് എനിക്കും താങ്കൾക്കും ഈ വചനം പുസ്തകം നമ്മുടെ ഭാഷയിൽ മലയാളത്തിൽ നമ്മളിൽ കിട്ടാനിടയായത്. ആ മലയാളത്തിൽ കിട്ടിയിട്ട് 200 വർഷം പോലും ആയിട്ടില്ല മലയാളത്തിൽ പ്രിൻ്റ് ചെയ്തിട്ട്. അപ്പം അതിനു മുമ്പ് ഇംഗ്ലീഷിലായിരുന്നു. അതിനു മുമ്പ് അത് അതിൻ്റെ ഒറിജിൻ ഭാഷകളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഗ്രീക്കിലും ഒക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ പല ഭാഷകളിൽ തർജ്ജമ ചെയ്ത് അവസാനം ഇംഗ്ലീഷിലും വന്ന്, ഇംഗ്ലീഷിൽ നിന്നും തമിഴും അതിന് മലയാളത്തിലാകുന്നതിന് മുമ്പ് തമിഴിലും ബൈബിൾ ഇറങ്ങിയതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമുക്ക് മലയാളത്തിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടുന്നത്. പറഞ്ഞു വന്നത്, അപ്പോൾ ഈ വിലയേറിയ അനുഗ്രഹം, വിലയേറിയ ഈ ഒരു കാര്യം അത് ഇസ്രായേല്യർക്കും യഹൂദ്യർക്കും മാത്രമായിരുന്നത് ദൈവത്തിൻ്റെ മഹാകരുണ നിമിത്തം ആ യേശുക്രിസ്തു മുഖാന്തരം വിടുവിക്കപ്പെടുവാനും നിത്യജീവനും ദൈവരാജ്യത്തിനും അവകാശമായി തീരുവാനുമുള്ള അവസരം അത് ദൈവം നമുക്ക് തന്നു എന്നുള്ളത് വ്യക്തിപരമായി എനിക്കും താങ്കൾക്കും അത് ബഹുമാനിക്കാവുന്നതാണ്. പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പറഞ്ഞതുപോലെ, ദൈവം പറയാത്തതും ദൈവം ചിന്തിക്കാത്തതും ദൈവം നൽകാത്തതുമായ ഏതൊരു വിശ്വാസമോ കാര്യമോ നമ്മൾ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് നീക്കി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കി, അത് ബൈബിൾ പ്രകാരം, ബൈബിൾ എന്തോ പറഞ്ഞിട്ടുണ്ടോ അതിലേക്ക് തന്നെ നോക്കി നമ്മുടെ അറിവും വിശ്വാസവും ഒക്കെ തെറ്റാണെങ്കിൽ അത് പരിശോധിക്കുക വഴി അത് തെറ്റാണെന്ന് മനസ്സിലായാൽ വേഗത്തിൽ തന്നെ ആ ബൈബിളിലെ വിശ്വാസത്തിലേക്ക് വന്നാൽ മാത്രമേ ഇതൊക്കെയും സംഭവിക്കുകയുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന കാര്യത്തിൽ തന്നെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, പത്രോസ് എന്തൊക്കെ കാര്യങ്ങളാണ് അവരോട് പറയുന്നത് എന്നൊക്കെയും മനസ്സിലാക്കുമ്പോൾ അത് തന്നെ ആയിരിക്കണം നമുക്കും മനസ്സിലാകേണ്ടത്. യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് എന്താണ് പത്രോസ് പറയുന്നത്? യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അപ്പോസ്തലൻ പൗലോസ് എന്താ പറയുന്നത്? യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് ശിഷ്യന്മാരെന്താ പറയുന്നത്? യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പം അത് യേശുക്രിസ്തു അല്ലാത്തൊരു കാര്യം യേശുക്രിസ്തുവിൻ്റെ മേൽ ചാർത്തി വെച്ചിട്ട് ഇത് എൻ്റെ പിതാക്കന്മാർ തന്നാണെന്ന് പറഞ്ഞാൽ, ജാതീയനായ പിതാക്കന്മാരാണ് എൻ്റെയും പിതാക്കന്മാർ. ആ ജാതീയനായ പിതാക്കന്മാർക്ക് ദൈവികമായ കാര്യത്തിൽ നോക്കി പരിശോധിക്കാൻ ബൈബിളില്ലാത്ത കാലത്ത് വിശ്വസിച്ചതൊക്കെയും തെറ്റാണെങ്കിൽ ആ തെറ്റ് തലമുറകളിലൂടെ കൈമാറി വന്നിട്ടുണ്ട്. ആ തെറ്റ് ആവർത്തിക്കപ്പെടാതിരിക്കും. ഇനിയും നമ്മൾ ഓരോരുത്തരിൽ നിന്നും പുതിയ തലമുറകളിലേക്കോ മറ്റു മനുഷ്യരിലേക്കോ ഈ കളവും തെറ്റും ആവർത്തിച്ച് മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ സത്യം അന്വേഷിക്കുകയും സത്യം സ്വതന്ത്രരാക്കപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാകണം. അപ്പം സത്യത്തിൻ്റെ, അല്ലെങ്കിൽ വാക്യത്തിൻ്റെ ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പം അസത്യത്തിലാണെങ്കിൽ നമ്മളാരും സ്വതന്ത്രരല്ല.
നമ്മളെല്ലാവരും ബന്ധനത്തിലാണ് എന്നാണ്. അപ്പം സത്യം മാത്രമേ സ്വന്തം. അപ്പം സത്യമല്ലാത്ത കാര്യങ്ങളാണ് നമുക്ക് കൂടെയുള്ളതും വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ അസ്വതന്ത്രരാണ്, അല്ലെങ്കിൽ നമ്മൾ പാരതന്ത്ര്യത്തിലാണ്, നമ്മൾ തടവിലാണ്, ആ ബന്ധനത്തിലാണ്. അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ സത്യം തന്നെ നമ്മൾ അറിഞ്ഞേ വെക്കുകയുള്ളൂ. ദൈവം സഹായിക്കട്ടെ. 3 വായനാ ഭാഗങ്ങളിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും വീണ്ടും ഈ ദൈവ കാര്യത്തെ സംബന്ധിച്ച്, ദൈവവചനത്തെ സംബന്ധിച്ച്, സത്യത്തെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കുന്ന ആരെങ്കിലും ഇത് തെറ്റായ വിശ്വാസത്തിലാണെങ്കിൽ നേരായ വിശ്വാസത്തിലേക്ക് വരുവാൻ ബൈബിളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനാണ്. അത് വീണ്ടും പറയേണ്ടി വരുന്നത്, ലോകത്തിൽ ഒരു ബൈബിൾ വെച്ചിട്ട് അനേകം വിശ്വാസങ്ങൾ ഒരു കാര്യത്തിൽ, ക്രിസ്തു ആരും ചോദിച്ചാൽ പലരും പലതും പറയും. പരിശുദ്ധാത്മാവ് എന്തെന്ന് ചോദിച്ചാൽ പലരും പലരും പറയും. ദൈവം ആരെന്ന് ചോദിച്ചാൽ ദൈവത്തെ സംബന്ധിച്ചും പല കാര്യങ്ങൾ പറയും. അങ്ങനെ പല കാര്യങ്ങളില്ല. ഒരു കാര്യമാണെങ്കിൽ ഒരു കാര്യം, 2 കാര്യമാണെങ്കിൽ 2 കാര്യം. അത് ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നത് മാത്രമേ ഉള്ളൂ അവിടുത്തെ സത്യം. അതാണ് നമുക്ക് അന്വേഷിക്കേണ്ടത്. അങ്ങനെ അന്വേഷിച്ച് സത്യത്തിൽ നിൽക്കുവാൻ താങ്കളെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ വായനാഭാഗം അവസാനിക്കുന്നു. നാളെ പുതിയ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. നന്ദി.